നമ്മുടെ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്ന ഈഡിറ്റ് ലേഖനങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്ന പ്രത്യേകതയാർന്ന പരിപാടി. പഴയതും പുതിയതുമായി നിരവധി ലേഖനങ്ങൾ കേൾക്കുവാൻ ഒരു അതുല്യ അവസരം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലേഖനകനി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. 1981 ആഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച സുവിശേഷകൻ മാസികയിൽ കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് വർഗീസ് സെക്കന്ദ്രാബാദ് ക്രൈസ്തവ സഭയ്ക്ക് ഒരു കേന്ദ്ര ഭരണ സംവിധാനം ആവശ്യമോ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനമാണ് ഇന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത് എങ്കിലും ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ഒരു ലേഖനമാണ് ഇത്. ലേഖനത്തിലേക്ക്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമായ ക്രൈസ്തവ സഭ ഏതെങ്കിലും ഒരു കേന്ദ്ര ഭരണത്തിന്റെ നിയന്ത്രണത്തിന് കീഴിൽ മുന്നോട്ടു പോകേണ്ടതാണോ? ഇന്ന് ഏതാദൃശ കേന്ദ്ര ഭരണ സംവിധാനമുള്ള സഭകളാണ് അധികവും? അത് വചനാനുസരണമോ അതോ വചന വിരുദ്ധമോ? വിശ്വാസികളുടെ ആധികാരിക ഗ്രന്ഥമായ തിരുവചനം ഇതേപ്പറ്റി എന്തു പറയുന്നു? അതാണ് ഈ ലേഖനത്തിലെ ചിന്താ വിഷയം. തിരുവചനത്തിലുള്ളതുപോലെ അനുസരിക്കുകയാണല്ലോ വിശ്വാസികളുടെ ചുമതല. അതിലാണല്ലോ അനുഗ്രഹം കുടികൊള്ളുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾക്കെഴുതിയ തന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ ഈ വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത് സഭയിലെ വിശ്വാസികളുടെ മധ്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങളും തന്മൂലം ഭിന്നതയും ഉണ്ടായി. വിശ്വാസികൾ ഓരോരുത്തരും വിവിധ പക്ഷക്കാരായി മാറി. ഈ വിവരം ക്ലോവയുടെ ആളുകൾ മുഖേന പൗലോസിന് അറിവ് കിട്ടിയപ്പോൾ അവർക്കെഴുതിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യരിൽ പലർ അപ്പോസ്തലന്മാരുടെയും ചിലർ ക്രിസ്തുവിന്റെയും പക്ഷക്കാരായിട്ടാണ് സംസാരിച്ചത്. എന്നാൽ അക്കാര്യത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പോസ്തലന്മാർ സുവിശേഷം പല സ്ഥലങ്ങളിൽ അറിയിച്ചതിന്റെ ഫലമായി അവിടവിടെ പല സഭകൾ ഉണ്ടായി. സഭകളുടെ നിയന്ത്രണത്തിനും ഏകപക്ഷീയമായ നടത്തിപ്പിനും വേണ്ടി ഒരു ആസ്ഥാന കേന്ദ്രത്തെയോ ഒരു കേന്ദ്ര അധികാരിയെയോ അവർ തിരഞ്ഞെടുത്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. എഫേസ്യ ലേഖനം 2:20 വായിക്കുക. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഗലാത്യർ 1:6-9 വരെ നോക്കുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ക്രിസ്തുയേശു മാത്രമാണ് മൂലക്കല്ലെന്നും തിരുവചനാനുസരണം നടക്കുക മാത്രമാണ് അപ്പോസ്തലന്മാർ ഉൾപ്പെടെ സകലരുടെയും ചുമതലയെന്നും ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു. അപ്പോസ്തലന്മാർ പലയിടങ്ങളിലും സഭകൾ സ്ഥാപിച്ചെങ്കിലും മേൽക്കോയ്മ നടത്താൻ ആഗ്രഹിച്ചില്ല. മറിച്ച് വിശ്വാസികൾക്ക് ആവശ്യമായ ദൂതുകൾ നേരിലും കത്തുകൾ മൂലവും അവരെ അറിയിക്കുക മാത്രമേ ചെയ്തുള്ളൂ. താഴെ കൊടുക്കുന്ന വേദഭാഗങ്ങളും അക്കാര്യം വ്യക്തമാക്കും. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. 2 കൊരിന്ത്യർ 1:24. യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങളും അവനിൽ വസിപ്പിൻ. 1 യോഹന്നാൻ 1:17. സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ? അവൻ സഹോദരന്മാരോട് കൂടെ നിങ്ങളുടെ അടുക്കൽ വരേണം എന്നു ഞാൻ വളരെ അപേക്ഷിച്ചു. എങ്കിലും
ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. 1 കൊരിന്ത്യർ 16:12. മേൽ വിവരിച്ച വാക്യങ്ങളിൽ നിന്നും അപ്പോസ്തലന്മാർ അവർ സ്ഥാപിച്ച സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിന് ആഗ്രഹിക്കുകയോ അതിന് മുതിരുകയോ ചെയ്തില്ലെന്നും തിരുവചനാനുസരണം ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചതേയുള്ളെന്നും തെളിയുന്നില്ലേ? അപ്പൊല്ലോസിനെ നിയന്ത്രിക്കാനല്ല അപ്പോസ്തലൻ ശ്രമിച്ചത്, മറിച്ച് അപേക്ഷിക്ക മാത്രമാണ് ചെയ്തത്. അപ്പോസ്തലിക പിന്തുടർച്ചക്കാരാണ് തങ്ങളുടെ നേതാക്കളെന്ന് ഇന്ന് ചില വിഭാഗക്കാർ അവകാശവാദം മുഴക്കാറുണ്ട്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം അപ്പോസ്തലന്മാർ നേതൃത്വ മനസ്ഥിതിക്കാരായിരുന്നില്ല. ഇന്നത്തെ പിന്തുടർച്ചക്കാരോ സ്വന്തം നേതൃത്വം നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യുന്നില്ലേ? കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നില്ലേ? ദൈവിക സത്യം പ്രഘോഷിച്ചപ്പോൾ മാത്രമേ ആജ്ഞാരൂപേണ അപ്പോസ്തലൻ സംസാരിച്ചുള്ളൂ. സഭയുടെ സ്വഭാവത്തെപ്പറ്റിയും അച്ചടക്കത്തെപ്പറ്റിയും സംസാരിക്കുമ്പോൾ അവൻ സഭയിലെ പക്വതയുള്ള മൂത്ത സഹോദരനെ പോലെ നിർദ്ദേശരൂപത്തിൽ മാത്രമാണ് സംസാരിച്ചത്. സഭാസ്ഥാപനത്തിനു ശേഷം സഭകൾ സന്ദർശിച്ചും ആശ്വാസവാക്കുകൾ ഉൾക്കൊണ്ട കത്തുകൾ അയച്ചും അവരെ വിശ്വാസത്തിൽ പൗലോസ് ഉറപ്പിച്ചു പോന്നു. സഭ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ മാത്രമാണെന്നും താൻ വിശ്വസിച്ചിരുന്നു. അല്ലാതെ സഭകളിൽ ഇന്നു കാണുന്ന തരത്തിലുള്ള കൽപ്പനകളോ ഉത്തരവുകളോ പുറപ്പെടുവിക്കുന്ന മാനുഷിക നേതൃത്വം അപ്പോസ്തലന്മാർ ആരും ആഗ്രഹിച്ചില്ല, പ്രയോഗിച്ചും ഇല്ല. പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭ മാനുഷിക നിയന്ത്രണത്തിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രം തന്നെ. അവർ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യം ഇല്ല. കർത്താവിലും അവന്റെ മഹത്വമാർന്ന കൽപ്പനകളിലും കീഴ്പ്പെട്ട് പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ മാത്രം നടന്നാൽ മതി. എപ്പിസ്കോപ്പൽ സഭകളിൽ ഇന്നു കാണുന്ന വാഴിക്കലും തുടർന്ന് തിരുമേനി, മോസ്റ്റ് റവറന്റ് മുതലായ സംബോധനകളും പോലെ തന്നെ സുവിശേഷ വിഹിത സഭകളിലെ സെന്റർ പാസ്റ്റർ, കമ്മിറ്റി ഭരണം മുതലായവയും പുതിയ നിയമത്തിലുള്ളതല്ല. ക്രിസ്തുവാകുന്ന പാറമേൽ ഉയർത്തപ്പെട്ട സഭയെ അതിന്റെ നാഥൻ നിയന്ത്രിക്കുന്നുവെങ്കിൽ പിന്നെ അതിന്മേൽ വീണ്ടും കർത്തൃത്വം അവകാശപ്പെടുവാൻ ആർക്ക് കഴിയും? തിരുവചനത്തിലില്ലാത്ത പാരമ്പര്യ രീതികൾ മനുഷ്യ നേതാക്കൾ ദൈവിക വെളിപ്പാടില്ലാതെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി എഴുതിക്കൂട്ടിയവയാണ്. ആ പാരമ്പര്യങ്ങളെ പിൻപറ്റി വാഴിച്ചും വീഴിച്ചും മുടക്കിയും മുടങ്ങിയും എന്തെല്ലാം ദുരധികാര പ്രയോഗങ്ങളാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ കാണുന്നത്. ദുഃഖകരം തന്നെ. പാരമ്പര്യത്തെ പുറന്തള്ളി പുതിയ നിയമം മാത്രം അനുസരിക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിലും കേന്ദ്ര ഭരണ സംവിധാനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ദുഃഖകരം അല്ലേ? കുപ്പായത്തിന്റെ നീളം അല്പം കുറച്ച പട്ടക്കാരല്ലാത്ത പട്ടക്കാർ പ്രസ്തുത സഭകളിൽ കാണപ്പെടുന്നില്ലേ? പ്രസ്തുത സഭാ നേതാക്കൾ ചിലർ അപ്പോസ്തലിക പിന്തുടർച്ച അവകാശപ്പെടുന്നില്ലെങ്കിലും സ്ഥലം സഭകളുടെ മേൽ നേതൃത്വം നടത്തുന്ന സെന്റർ നേതാക്കന്മാരെ പോലെ ഭാവിക്കുന്നു, പ്രവർത്തിക്കുന്നു. കമ്മിറ്റികൾ രൂപീകരിച്ച് അവയുടെ തലവന്മാരാകുന്നു. തങ്ങളുടെ നേതൃത്വത്തെ സ്വീകരിക്കാത്തവരെ നിർദ്ധയം പുറന്തള്ളുകയും തള്ളിക്കുകയും ഒക്കെ ചെയ്യുന്ന വചനവിരുദ്ധമായ നടപടികൾ പലയിടങ്ങളിൽ ഇന്ന് സാധാരണയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രതിഫലിക്കുന്നത് വലിയവരാകാനുള്ള മോഹം തന്നെ. നമ്മുടെ കർത്താവ് ഒരു നേതൃത്വമോഹി ആയിരുന്നില്ല എന്ന് ഈ പ്രിയപ്പെട്ടവർ ഒന്നോർത്തെങ്കിൽ. ഇന്ന് പല സ്ഥലം സഭകളിലും കാണുന്ന പിളർപ്പുകൾക്കുള്ള ഒരു മുഖ്യ കാരണം ഈ നേതൃത്വമോഹം തന്നെ. മാനുഷിക നേതൃത്വത്തിന് ആഗ്രഹിക്കാതിരിക്കുകയും അവയ്ക്ക് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്താൽ നാം പുതിയ നിയമരീതിയോട് കൂടുതൽ അടുക്കും, നമ്മുടെ കർത്താവിന്റെ ഉത്തമ അനുയായികളായിരിക്കും. അപ്പോൾ സഭകളിൽ ഭിന്നത കുറയും, ഏകതയും സ്നേഹവും പെരുകും. അങ്ങനെയൊരു കാലം വന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന പലർ നമ്മുടെ നടുവിലുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാകണം.